ഈ കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകും എന്ന ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നൽ ഈ കുടുംബത്തിന് കാര്യമായി വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്തായി. ഈ അന്വേഷണം തീർച്ചയായിട്ടും അതിൻ്റെ മെറിറ്റിൽ നടക്കുമെന്നുള്ള ചിന്ത ഈ കുടുംബത്തിനില്ല. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നന്നായി അറിയാവുന്ന ഒരാളാണ് ഈ നവീൻ ബാബുവിൻ്റെ ധർമ്മപത്നി. തഹസിൽദാരാണ്, ഒരു കോന്നി തഹസിൽദാരായിട്ടിരിക്കുകയാണ്. അപ്പോൾ സർക്കാരിൻ്റെ പരിപാടികളൊക്കെ തന്നെ നേരാവിധം നടക്കുന്നോ നേരാവണ്ണം പോകുന്നുണ്ടോ എന്നറിയാൻ കഴിയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥ കൂടിയാണ് അവർ. ആ കുടുംബത്തിനുണ്ടായ ദുരന്തം ഒരു സാധാരണ ഒരാളുടെ മരണമാണെങ്കിൽ പോലും എത്ര ഗൗരവത്തിൽ നമ്മൾ എടുക്കും. അപ്പോൾ ADM പോലെ ഈ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ വലിയ ചുമതലയിലിരുന്ന ഒരാളിന് ദുരൂഹമായൊരു മരണം ഉണ്ടാകുമ്പോൾ ആ മരണത്തെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കുകയും ആ കുടുംബത്തിന് ആശ്വാസം പകരുകയും ചെയ്യേണ്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ ജോലിയാണ്. എന്നാൽ ആ ജോലി കാര്യമായി ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ മലയാലപ്പുഴയിൽ വളരെ കാര്യമായിട്ടുണ്ട്. അത് CPM-ൻ്റെ അംഗങ്ങളായ മലയാലപ്പുഴയിലെ ഇവരുടെ ബന്ധുക്കൾ പോലും ഈ ആരോപണവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കണ്ണൂരിൽ സംഭവിച്ചത്. നമുക്കൊപ്പം അരുൺരാജ് ചേരുകയാണ്. മലയാലപ്പുഴയിലെ കുടുംബം ഈ ഹർജിയിൽ ഉന്നയിക്കുന്ന ആരോപണത്തിനുള്ള യഥാർത്ഥത്തിൽ വസ്തുത എന്താണ് എന്നുകൂടിയാണ് അരുൺരാജ് നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. അരുൺരാജ്, ഗുഡ് മോർണിംഗ്. മലയാലപ്പുഴയിലെ ഈ നവീൻ ബാബുവിൻ്റെ വീട്ടിന് മുന്നിലല്ലേ അരുൺരാജ് നിൽക്കുന്നത്? ഈ കുടുംബം വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് PP ദിവ്യയുമായി കളക്ടറുടെ സൗഹൃദം എന്താണ്, അതുപോലെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ, ഈ ആത്മഹത്യയെക്കുറിച്ച് ആരെടുത്തു മാറ്റി, അങ്ങനെ ആത്മഹത്യയാണെങ്കിൽ എന്നൊക്കെയുള്ള രീതിയിൽ ആരോപണങ്ങൾ ഈ ഹർജിയിൽ വരുമ്പോൾ ഹൈക്കോടതിന് മുന്നിൽ വളരെ ഗൗരവമായ ചില പ്രശ്നങ്ങൾ ഉയരുകയാണ്. ഈ കുടുംബം ഇങ്ങനെയുള്ള കടുത്ത ചില ആരോപണങ്ങളിലേക്ക് നീങ്ങാനുള്ള കാര്യം എന്താണ്? SKN വെരി ഗുഡ് മോർണിംഗ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശ്രീകാന്തിനോട് SKN ചോദിച്ചൊരു ചോദ്യം, ആദ്യമായിട്ടാണോ ഈ കുടുംബം ഇത്തരത്തിലൊരു സംശയം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ വീട്ടിലേക്ക് ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുമായി സംസാരിച്ച ഒരു ഘട്ടത്തിൽ മഞ്ജുഷ മാഡം എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, എന്തെങ്കിലും ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, പോലീസ് അന്വേഷണം ഏത് രീതിയിലാണ് പോകുന്നതെന്ന് നോക്കട്ടെ, അതിനുശേഷം ഒരു കുടുംബം എന്ന നിലയിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും ആവശ്യപ്പെട്ട് രംഗത്ത് വരും, പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെങ്കിൽ മറ്റുള്ള അന്വേഷണങ്ങളിലേക്ക് പോകും എന്നുള്ളത് അന്ന് തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു. ചില സംശയങ്ങൾ തുടക്കം മുതലുണ്ട്. കാരണം ഞങ്ങൾക്ക് 20-ലധികം വർഷത്തെ ദാമ്പത്യ ബന്ധമുണ്ട്. എന്നോട് ഒരു തവണ പോലും എന്റെ ഭർത്താവ് കളവ് പറഞ്ഞിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നാണ് ഭർത്താവ് തന്നോട് അവസാനമായി പറഞ്ഞു വെച്ചത്. പിന്നീട് അദ്ദേഹം ക്വാർട്ടേഴ്സിലേക്ക് പോയത് എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം, ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന ആരോപണം അല്ലെങ്കിൽ അത്തരമൊരു വസ്തുത ആ കുടുംബത്തിന് നേരത്തെ തന്നെ ഉണ്ട്, ആ പരാതി നേരത്തെ തന്നെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം പിന്നീട് നടന്നില്ല എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബത്തിന്റെ ഈ ഹർജിയിൽ ഏറ്റവും നമുക്ക് ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ഒരു വസ്തുത, ഈ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് നടക്കുന്ന സമയത്തും ഈ കുടുംബവും ഉറ്റ ബന്ധുക്കളും ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. സാധാരണഗതിയിൽ ഇൻക്വസ്റ്റ് നടത്തുമ്പോഴോ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴോ ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടാകണം, അത് സ്വാഭാവികമായ നിയമവശമാണ്. ആ നിയമവശം പോലും പാലിക്കാൻ ഈ കുടുംബത്തിൽ നിന്ന് ഒരാളെ പോലും ഉൾപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല. അതിൽ സംശയങ്ങൾ തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിലവിൽ കുടുംബം ആരോപിക്കുന്നത്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ പങ്കാണ്. ഈ കേസിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യം തുടക്കം മുതൽ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും യാതൊരു തരത്തിൽ പോലും പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കാനോ അവ പരിശോധിക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ്. റെയിൽവേ സ്റ്റേഷനിലെയോ കളക്ടറേറ്റിലെയോ ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ കോടതിക്ക് മുമ്പാകെ ഇതുവരെ പോലീസിന് കൊണ്ടെത്തിക്കാൻ കഴിയാത്തതും ചില സംശയങ്ങൾ തങ്ങൾക്കുണ്ട് എന്ന വാദമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന്, ഈ ഫോൺ കോൾ സംബന്ധിച്ചാണ്. കളക്ടറുടെ ഫോൺ കോളുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ പോലീസ് ഇതുവരെ കണ്ടെടുത്തിട്ടില്ല. ഇത് ഗുരുതരമായ കൃത്യവിലോപമാണ്. കാരണം തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ഇപ്പോഴെങ്കിലും ഇത് കണ്ടെത്തിയില്ലെങ്കിൽ ഇത് പിന്നീട് നശിപ്പിക്കപ്പെടുമെന്ന ആശങ്ക കൂടി കുടുംബം പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാമാന്യ ബുദ്ധിക്ക് നമുക്ക് തോന്നാവുന്ന ഒരൊട്ടനവധി സംശയങ്ങളാണ് ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പോലീസ് അന്വേഷണത്തിൽ തൃപ്തി പോരെന്നും CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ എത്തുകയും ചെയ്യുന്നത്. സർക്കാരിൽ നിന്ന് അനുകൂലമായ പ്രതികരണം ഇഘട്ടത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അരുൺരാജ്. തീർച്ചയായിട്ടും കണ്ണൂരിൽ ശരിക്കും പോലീസും കളക്ടറേറ്റും പാർട്ടിക്കാരും ഒക്കെ തന്നെ ഒരു നെക്സസ് ഉണ്ടെന്നുള്ളൊരു സംശയം ഈ കുടുംബത്തിന് കാര്യമായി കിട്ടിയിട്ടുണ്ട്. കണ്ണൂരിൽ എന്താണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബേസിക് ആയിട്ടുള്ള സാധാരണ ഇങ്ങനെയുള്ള ഒരു ക്രൈം കേസ് അന്വേഷിക്കുമ്പോൾ പോലീസ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. അത് മാത്രമല്ല, കൈകഴുകാൻ വേണ്ടി ഒരു സ്പെഷ്യൽ SHO ആയിരുന്ന ഒരാളെ അന്വേഷണ കമ്മീഷൻ്റെ അന്വേഷണ ടീമിൻ്റെ തലവനാക്കി എന്നുള്ള ആരോപണമൊക്കെ ഫാക്ച്വലായി നിൽക്കുകയാണ്.